എങ്ങനെ നമുക്കൊരു ഓൺലൈൻ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം. സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടോളൂ. വെൽക്കം ടു സൂര്യ കളക്ഷൻസ്. അങ്ങനെ 10,000 രൂപയും വെച്ച് കുത്താമ്പുള്ളിലേക്ക് ഞാൻ സ്റ്റോക്ക് എടുക്കാൻ ആദ്യമായിട്ട് പോയി അവിടുത്തെ ഡീലേഴ്സിനെയൊക്കെ കണ്ട് അവിടെ നിന്ന് ഞാൻ കുറച്ച് സെറ്റ് മുണ്ടും സെറ്റ് സാരിയും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാരീസും ഒക്കെ ഞാൻ വാങ്ങിച്ചു കേട്ടോ. അതിൽ എല്ലാം എൻ്റെ ഒരു സെലക്ഷനായിരുന്നു. ഞാനത് കസ്റ്റമേഴ്സിന് എത്രത്തോളം ഇഷ്ടപ്പെടും എന്നുള്ളതിനേക്കാളും എനിക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നുള്ള തരത്തിലായിരുന്നു ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം റിച്ചായിട്ടുള്ള എല്ലാ ഐറ്റംസും വാങ്ങിച്ചു കൂട്ടി. അങ്ങനെ ഞാൻ ഇതൊക്കെ കൊണ്ട് വീട്ടിൽ വന്ന് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഫോട്ടോ എടുത്ത് ഒരുമിച്ച് ഞാൻ ഓൺലൈനിൽ എൻ്റെ പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്തു. ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് വന്നപ്പോഴോ അതിന്ന് കുറച്ചൊക്കെ നമ്മുടെ വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ വാങ്ങിച്ചു കേട്ടോ. കാരണം ഇവളെങ്ങനെയെങ്കിലും ഗതി പിടിച്ച് കാണട്ടെ എന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവരൊക്കെ കൂടി വാങ്ങിച്ച് അങ്ങനെ കുറച്ചൊക്കെ സ്റ്റോക്ക് അങ്ങനെ വിറ്റുപോയി. പക്ഷെ പിന്നെ എനിക്കിടാൻ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ഒന്നുമില്ല, സ്റ്റോക്ക് ഇല്ലാതെയായി. എല്ലാ സ്റ്റോക്കും ഞാൻ ഒരുമിച്ചാണ് അപ്ഡേറ്റും ചെയ്തത്. ഇതിനെക്കുറിച്ച് പ്രോപ്പറായ ഒരു ധാരണ ഇല്ലാതെ ഇതിലേക്ക് ഇറങ്ങിയതിൻ്റെ പ്രശ്നമായിരുന്നു എന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ റീസെല്ലിങ്ങിൻ്റെ ലോകത്തിലേക്ക് വരികയാണ്. എനിക്ക് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാൻ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാതെ വന്നപ്പോൾ ഞാൻ റീസെല്ലിങ്ങിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറേ റീസെല്ലേഴ്സിനെ തപ്പാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അടുത്ത പാർട്ടിൽ പറയാൻ ബാക്കിയുള്ളത്. താങ്ക് യു.